ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളിൽ ചിലത് തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ വിശദമായി ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിലെ തിരച്ചിലിന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന കാര്യത്തിലും ആലോചനയുണ്ട്. അഞ്ചാം ദിവസത്തെ തിരച്ചിൽ ആരംഭിച്ചത് രാവിലെ 11 മണിയോടുകൂടിയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങളും തൊഴിലാളികളെയും എത്തിച്ചിട്ടുണ്ട്. ഇന്ന് 7ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്താൻ തന്നെയാണ് SIT സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ DGPക്ക് മുൻപിൽ സംഘത്തലവന് മുൻപിലേക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. പെനിട്രേറ്റിംഗ് റഡാറുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്താനുള്ള സജ്ജീകരണം ഒരുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ റഡാറും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്നത് ഇന്നലെ ഇവിടെ നിന്ന് കണ്ടെത്തിയ 15 അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയുടെ ആദ്യഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ 15 അസ്ഥികളിൽ 5 പല്ലുകളും 2 തുടയെല്ലുകളും ഒരു താടിയെല്ലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലേക്കാണ് പോയിട്ടുള്ളത്. ആ അസ്ഥികൾ പിന്നീട് ബംഗളൂരുവിലെ ലാബിലേക്ക് അയച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകൾ തന്നെ ആ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനിയിപ്പോൾ ഇന്ന് 7-8 കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. നേരത്തെ 6ാമത്തെ പോയിന്റിനേക്കാൾ അധികം കൂടുതൽ തെളിവുകൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് SITക്കുള്ളത്. അതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ചില രാഷ്ട്രീയ ആരോപണങ്ങളും അത്തരത്തിലുള്ള ചില വിവാദങ്ങളും വലിയ തോതിൽ കൊഴുക്കുന്നുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം BJPയുടെ ഇവിടെയുള്ള ഒരു പ്രാദേശിക നേതാവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ഒരു വ്യക്തി, അദ്ദേഹം നേരത്തെ ഇവിടെ എത്തി ഇത് നേരത്തെ ശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ്. അജ്ഞാത മൃതദേഹങ്ങൾ വ്യാപകമായി സംസ്കരിച്ചിരുന്ന ഒരിടമാണ് ഈ പോയിന്റുകൾ. മാത്രമല്ല ഈ പോയിന്റുകളിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന കാഴ്ച നിത്യേന കണ്ടിരുന്ന ഒരാളാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളി എന്നൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ തന്നെ നമുക്ക് കണ്ടുവരണം. എന്തായാലും SITക്ക് യാതൊരു സംശയങ്ങളും കൺഫ്യൂഷനും ഒന്നും തന്നെയില്ല, ആശയക്കുഴപ്പമില്ല. കൃത്യമായി മുന്നോട്ടേക്ക് തന്നെയാണ് അവരുടെ ആ ഒരു അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.